ഇന്നത്തെ എൻ്റെ യാത്ര അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ ടീച്ചറമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങി അടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല മസാല ദോശയൊക്കെ കഴിച്ചു. പിന്നീട് റയറായിട്ട് പണ്ട് ഞാൻ കണ്ടൊരു ലാസയുടെ മാംഗോ ഐസ്ക്രീമും കഴിച്ചു. അതിനുശേഷം ഒരു ക്യാബും പിടിച്ച് ഞങ്ങളെ നേരെ ടീച്ചറമ്മയുടെ വീട്ടിലേക്ക് വിട്ടു. കോട്ടയം പാലയിൽ നിന്നും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ കൊല്ലപ്പള്ളി എന്നൊരു സ്ഥലത്താണ് നമ്മുടെ ടീച്ചറമ്മയുടെ വീട്. പോകുന്ന വഴിയൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അപാര സൗന്ദര്യമുള്ള വഴികളാണ്. ശേഷം അവിടുന്ന് നിർത്തി ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ടീച്ചറമ്മ ഞങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയണ്ട, കണ്ട ഒരു സന്തോഷം, കുറേ നാളുകൾക്ക് ശേഷം കണ്ട ഒരു സന്തോഷത്തിലായിരുന്നു. ഭക്ഷണവും കഴിച്ച് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും രാത്രിയായിരുന്നു. പിന്നെ ടീച്ചറമ്മയുടെ അനിയനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ ജോളിയായി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞാൻ ചോദിക്കാൻ വരെ ഈ ബന്ധുക്കോസിറ്റി എന്തൊക്കെയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ടീച്ചറമ്മ നല്ലൊരു കഥകളി ആർട്ടിസ്റ്റാണ്. എനിക്ക് അതിന് ശേഷം പഴയ കാല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, വണ്ടർ അടിച്ചു പോയി. ഈ വ്യക്തിയാണ് ഗൈസ് ഈ ഫോട്ടോയിലിരിക്കുന്ന വ്യക്തി. പിറ്റേന്ന് രാവിലെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാമെന്നുള്ള പ്ലാന് ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ടീച്ചറമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പുട്ടും ഊട്ടി സ്റ്റൈല് കടലക്കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ടീച്ചറമ്മ കുറച്ച് ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നില്ല. അങ്ങനെ അവിടുന്ന് തൊട്ടടുത്ത് ജോയലിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴാണ് ഈ ആളെ കാണുന്നത്. ജോയലിൻ്റെ പെറ്റാണിത്. ആൾ കുറച്ച് ബഹളാണെങ്കിലും വളരെ പാവാണെന്നൊക്കെയാണ് ഇവിടുന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങോട്ട് അടുക്കാനൊന്നും പോയില്ല. ഈ കാണുന്ന വളരെ ഭംഗിയുള്ള കാടും കുന്നും മലയൊക്കെ താണ്ടി ഞങ്ങൾ പോകുന്നത് ഇലവീഴ പൂഞ്ചിറ എന്ന സ്ഥലത്താണ്. ഞാനിത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവിടെ തന്നെ പോകാമെന്ന് ഇറങ്ങിയത്. ഒരാവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിലും പിന്നീടാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. കുറച്ചധികം ദൂരം മേലേക്ക് കയറാനുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഒരാവേശത്തോടെ ഞാനും അങ്ങനെ മേലേക്ക് കയറാൻ തുടങ്ങി. പക്ഷെ നല്ല പാടാണ് കേട്ടോ ആ വെയിലത്ത് അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് എനിക്ക് തോന്നി. ഓരോരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ബട്ട് നല്ല ഭംഗിയാട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണിത് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയാനുള്ള കാരണമെന്ന്. അപ്പോഴാണ് അവർ പറഞ്ഞു കേട്ടത് അവിടെ മരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇലയൊന്നും വീഴാൻ സാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണത്ര ഇലവീഴ പൂഞ്ചിറ എന്ന് വന്നത്. ഈ മേലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിറ തടാകം. അവിടത്തേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല, ബട്ട് നോക്കാം. അങ്ങനെ സിനിമ കണ്ട ആവേശവുമായി ഞാൻ സിനിമയിൽ കണ്ട അതേ സ്ഥലത്തെത്തി. ആദ്യം ഞാൻ കരുതിയത് ഈ ഒരു ബോഗി സെറ്റിട്ടതാണെന്നാണ്. പിന്നീട് പറഞ്ഞത് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നതാണത്രേ. പക്ഷെ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, ലാസ്റ്റത്തെ ആ ഫൈറ്റ് സീനിൽ നമ്മൾ കണ്ടൊരു ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അതിനകത്തുള്ള ചെയറും ഇടിച്ച് തകർത്തിട്ട കുറച്ച് സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ അതിനകത്തുണ്ട്. ആ മിന്നലേറ്റിട്ട് ഒക്കെ താഴേക്ക് വീഴുന്ന പോസ്റ്റ് കാര്യങ്ങൾ, പിന്നെ ബാക്കി എന്തൊക്കെയോ സിനിമാക്കാരുടെ സെറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവരതൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ അവിടെ എത്തിയപ്പോൾ വലിയ പേടിയൊന്നും ഇല്ലെങ്കിലും
ആ പടം കണ്ടതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ അങ്ങോട്ട് പോയത്. ആ പോകുമ്പോഴെനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. കാറ് കയറിയപ്പോഴേക്കും വേർത്ത് കുളിച്ച് ഒരു പരവായി. അവിടുന്ന് തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇലവിഴ പൂഞ്ചിറ തടാകം ഉണ്ടായിരുന്നത്. പിന്നെ നേരെ ഒന്ന് അവിടെയും പോയി കണ്ടേക്കാമെന്ന് കരുതി അങ്ങോട്ടും കയറി. അതിനുശേഷം ഞങ്ങൾ ഇടുക്കി ബോർഡറിനടുത്തുള്ള ഏതോ ഒരു ഡാം, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, നേരെ അങ്ങോട്ട് പോയി അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം MBIT ഇടത് കനാൽ എന്നൊരു സ്ഥലത്തേക്ക് പോയി. അത് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ, അടിപൊളിയായിരുന്നു. ഇത്രയും നേരത്തെ യാത്രയുടെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളി മുറിച്ച് മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ വേറൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇതും കുഴപ്പമില്ലാത്ത ഒരു വ്യൂ പോയിൻ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. മാക്സിമം ഒരു ദിവസം ആയതുകൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ എന്നെ കൊണ്ടുപോയി ചുറ്റിക്കണമെന്ന് ഞാൻ ജോയലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇന്ന് രാത്രിയത്തെ ഫുഡ് ജോയലിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ നേരെ അന്ന് അങ്ങോട്ടേക്ക് പോയി. ജോയലിൻ്റെ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ഒരു തത്ത ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കോട്ടയംകാരുടെ ദേശീയ ഭക്ഷണമായ കപ്പ തന്നെയായിരുന്നു. ബട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അവരുടെ അടുത്തുനിന്ന് കപ്പ കഴിക്കുന്ന ഒരു വികാരം കേട്ടോ. പിന്നെ രാത്രി ജോയലും മാത്തനും ഒക്കെ വീട്ടിൽ വന്നു. കുറേ നേരം, ഏകദേശം ഒരു 1-1.5 മണി വരെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു. പിറ്റേന്നൊരു ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി